കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീകളെ ബജറംഗ് ദൾ തടഞ്ഞുവച്ചു. അതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ കത്തുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ BJPക്കെതിരെ അത് കൃത്യമായ ആയുധമാക്കി മാറ്റാൻ പല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണ് എന്ന് തിരിച്ചറിയാതെ അതിൽ വ്യക്തത വരാതെ ഇരിക്കുമ്പോഴും അതിനെ BJPയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഭരണവിരുദ്ധതയ്ക്കെതിരായിട്ട് നടത്തുന്ന ഒരു നീക്കമാണ് ഇത്. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ BJP എടുക്കുന്ന നിലപാടാണ് ഇത് എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും അന്തിച്ചർച്ചകളിൽ പറയുന്നത് കേട്ടത്. ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചത്? അവിടെ 2 കന്യാസ്ത്രീകൾ വരുന്നു, ഒപ്പം ഒരു ചെറുപ്പക്കാരനും അവരോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. മറ്റ് 3 പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾക്ക് ഇതിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണോ, പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായില്ലേ, ഈ കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഈ പെൺകുട്ടികളുമായി വരുന്നു. സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇവരെ ജോലിക്കായി കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവരെ ആഗ്രയിലേക്ക് മാറ്റാനാണ് നീക്കമെന്നും പിന്നീട് വ്യക്തമാകുന്നു. ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു. ആ ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിലേക്ക് ബജറംഗ് ദൾ വരുന്നു. അവർ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ കയ്യിൽ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ഇല്ല എന്ന് മനസ്സിലാവുന്നു. അതായത് കൃത്യമായ, ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആധാർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. കൃത്യമായി നമ്മുടെ പേര്, ഡീറ്റെയിൽസ് അറിയാവുന്ന, വയസ്സ് ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ്. ഇവരുടെ കയ്യിൽ അത് ഉണ്ട് എന്നൊരു വിഭാഗം പറയുന്നു, ഇല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ 2 സിസ്റ്റേഴ്സ് പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, ഇവർ ചേർത്തലയിലുള്ള സിറോ മലബാർ ഓഫ് അസീസി സിസ്റ്റേഴ്സ് മേരി ഇമാക്കുലേറ്റീവ് സന്യാസി സമൂഹത്തിൽ നിന്നുള്ള 2 സിസ്റ്റേഴ്സാണ്. ഇവർ വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരായി പ്രവർത്തിക്കുന്ന 2 സിസ്റ്റേഴ്സാണ് ഇവർ. അപ്പോൾ ഇവർ വന്നിറങ്ങിയപ്പോൾ ഈ 3 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ബജ്രംഗ് ദളിന് എന്താണ് ഇതിൽ ഇടപെടാനുള്ള അവകാശം എന്നാണ് ഈ പല മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ചോദിക്കുന്നത്. ബജ്രംഗ് ദളിനെന്നല്ല, ഛത്തീസ്ഗഡിലെ ഏതൊരാൾക്കും നിർബന്ധിത മാറ്റത്തിൽ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൽ നിർബന്ധിതമായി മതം മാറ്റൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. 1968 പ്രാബല്യത്തിൽ വന്ന 2006 അമെൻമെൻറ്റ് ചെയ്യപ്പെട്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിൽ മതം മാറ്റം, അതായത് നിർബന്ധിത മതം മാറ്റം നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും ആരെ മതം മാറ്റി എന്ന് പറഞ്ഞാലും അവിടെ ആർക്കെതിരെയും കേസെടുക്കാം എന്നതാണ് വസ്തുത. അതുകൊണ്ട് അക്കാര്യത്തിൽ ബജ്രംഗ് ദൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നവർ സ്വയം അതിൽ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടികൾ 3 പെൺകുട്ടികളെ കൊണ്ടുവന്നു. ഈ പെൺകുട്ടികളുടെ മതം ഏതാണ്? അതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ പെൺകുട്ടികൾ ക്രിസ്ത്യൻ മതത്തിലുള്ളവരാണ് എന്ന് പറയപ്പെടുന്നതേ ഉള്ളൂ. അതിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടികളിൽ 3 പേരും 18 വയസ്സ് തികഞ്ഞവരാണോ, അല്ലെങ്കിൽ 18 വയസ്സ് തികയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി 18 വയസ്സ് തികഞ്ഞാലും ഇവരുടെ സമ്മതപ്രകാരമാണോ ഇവരെ ഈ കന്യാസ്ത്രീകൾ കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുമാത്രമല്ല, ഈ പെൺകുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണോ, അവരുടെ കുടുംബത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ വന്നത്, നിർബന്ധിച്ച് അവരെ ആരെങ്കിലും കൊണ്ടുവന്നതാണോ? ഇതിനൊന്നും ഇതുവരെ നമുക്ക് വ്യക്തത കിട്ടിയിട്ടില്ല. ഈ വ്യക്തത കിട്ടാത്ത അടിസ്ഥാനത്തിലും കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡ് പോലീസ് തലയ്ക്ക് താമസമില്ലാത്ത ആളല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്രമാത്രം അതിക്രമങ്ങൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലർ രംഗത്ത് വരുന്നുണ്ട്. കൃത്യമായ രേഖകൾ ആ കന്യാസ്ത്രീകളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് നിർബന്ധിത മതം മാറ്റത്തിനോ മനുഷ്യക്കടത്തിനോ അല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമ്മതത്തോടെയാണ് വന്നത് എന്ന് കൃത്യമായി പോലീസിന് ഉണ്ടായിരുന്നു എങ്കിൽ അവർ ഇത് കേസാക്കില്ല. ഒരുപക്ഷെ ഇതിൽ ബജറംഗ് ദളിനെ, ഈ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കാനോ വന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേനെ, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് ഇതിങ്ങനെ. ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. BNS 148 വകുപ്പുകൾ അടക്കമുള്ള
10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് കിട്ടിയിരിക്കുന്നത്. സഭ ഇന്നലെ ഇവർക്ക് വേണ്ടി ജാമ്യ അപേക്ഷയൊക്കെ നൽകിയിരുന്നു. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും BJP കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഇപ്പോൾ പലരും പറയുന്നു രാവിലെ കേക്കുമായി പോകും, ക്രിസ്മസ് വരുമ്പോൾ കേക്ക് കൂട്ടിക്കുഴയ്ക്കാനായി പോകും, അത് ചെയ്യാൻ പോകും, ഇത് ചെയ്യാൻ പോകും. ശരിയാണ്, ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് BJP ശ്രമങ്ങൾ നടത്തുന്നത്. അത് ഒരു പരിധിവരെ വിജയിച്ചത് തൃശ്ശൂരിൽ നമ്മൾ കാണുകയും ചെയ്തു. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൊണ്ട് കൂടി മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ കണ്ണടച്ചിരിക്കാൻ ഒരു സർക്കാരിന്, അത് BJP എന്നല്ല കോൺഗ്രസ് ഭരിച്ചാലും കണ്ണടച്ചിരിക്കാൻ കഴിയില്ല. കാരണം നിർബന്ധിത മതപരിവർത്തനം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, അതും ഗുരുതരമായ കുറ്റം ചുമത്തേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇത് രണ്ടിലും എന്തെങ്കിലും നീക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കന്യാസ്ത്രീകൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം, ഇപ്പോൾ വത്തിക്കാനിലെ സഭയുടെ മാധ്യമങ്ങളടക്കം പറയുന്നത് ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറ്റ് അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്നവർ കത്തയച്ചിട്ടുണ്ട്. അവർ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അനൂപ് ആന്റണി കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഷോൺ ജോർജ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇവരൊക്കെ ഈ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒക്കെ കൃത്യമായ ഈ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ കൃത്യമായി തന്നെ അവർക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ബജ്രംഗ് ദളിന് എന്നല്ല, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടത്താനായി ആരെ കൊണ്ടുവന്നാലും അവർക്കെതിരെ കേസ് കൊടുക്കാനും അവരെ ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള അവകാശം അവിടുത്തെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കാര്യം, ഇവിടെ പ്ലഗ് കാർഡും പിടിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇവിടെ പ്രശ്നങ്ങൾ, അന്തിച്ചർച്ചകൾ. ഇന്നലെ TV നമ്മൾ തുറന്നു നോക്കിയാൽ മൊത്തം എല്ലാത്തിലും ഇത് തന്നെയാണ്. BJP അരാജക രാഷ്ട്രീയം കാണിക്കുന്നു, BJP ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു, കന്യാസ്ത്രീകൾക്ക് പോലും എന്താ പറയുക നിലനിൽപ്പില്ലാത്തൊരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രതിഷേധങ്ങൾ നടത്തുന്നു. ബംഗാളിൽ ഹിന്ദു കൂട്ടക്കൊല നടന്നു. എത്ര പേർ ഇതിനെതിരെ പ്രതിഷേധിച്ചു, എത്ര പേർ ഇതിനെതിരെ വാക്കൗട്ട് നടത്തി, എത്ര പേർ പ്ലഗ് കാർഡും പിടിച്ച് പാർലമെന്റിന്റെ മുന്നിൽ വന്ന് നിന്നു. ആരെയും ഇവിടുത്തെ ഹിന്ദുക്കൾ ആരും കണ്ടില്ലല്ലോ. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് യൂനസ് വന്നതിന് ശേഷം, ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം, യൂനസ് ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊല, 101 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ തകർക്കുന്നു, പൂജാരിമാരെ ഉള്ളിൽ വെച്ച് തന്നെ കൊന്ന് അവിടെ തന്നെ കെട്ടിത്തൂക്കുന്നു. സഹികെട്ട് പള്ളികളിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. നിങ്ങൾ ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത്, ഹിന്ദുക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ അഭയം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള അതിക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഇടപെടാത്തത്? ഇവിടെ വോട്ടും ജാതിയും മതവും നോക്കിയാണ് ഓരോ കാര്യത്തിലും പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് വേണം, സഭയുടെ വോട്ട് വേണം. അതുകൊണ്ട് സഭയെ പ്രീതിപ്പെടുത്തി നിർത്തണം. ഇവിടെ കന്യാസ്ത്രീകൾ രക്ഷപ്പെട്ട് വരണമെന്നോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ, ഇവർ ആ 3 പെൺകുട്ടികളെ കൊണ്ടുപോയത് മതപരിവർത്തനത്തിനാണോ മനുഷ്യക്കടത്തിനാണോ, ഇതൊന്നും ഇവിടെ ചോദ്യങ്ങളും പറച്ചിലുകളുമില്ല. ഇതിന്റെ വ്യക്തമായ ഉത്തരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല, ഇതിന്റെ വ്യക്തത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അപ്പോഴും പറയുന്നത് BJP സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ വല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു, അവരെ തകർക്കാൻ ശ്രമിക്കുന്നു, ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നവർ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ്? തെറ്റ് ചെയ്തത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒരാൾക്ക് ഇപ്പോൾ ഒരു മതത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അത്തരത്തിൽ ഒരു മതം മാറ്റൽ നടന്നാൽ തീർച്ചയായും അത് അംഗീകരിക്കപ്പെടണം. അല്ലാതെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും മതം മാറ്റൽ നടത്തിയാൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. പിന്നെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി കിടന്ന് ഓടുന്നവർ, ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി ഓടണ്ട എന്നല്ല, ക്രിസ്ത്യൻ സമൂഹം അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അവർ ഈ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമ്പോഴും അവരെ ആക്രമിക്കുമ്പോഴും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണം എന്ന് മാത്രം പറയുന്നു.